ഓ ഇന്ന് അമ്മ വളരെ കളർഫുൾ ആയിട്ടാണല്ലോ അറേഞ്ച് ചെയ്തേക്കണേ. എന്റെ വകയുണ്ട് ഇന്ന് കർക്കിടക സ്പെഷ്യൽ. ഞാൻ എടുത്തു. അടിപൊളിയായിട്ട് കിട്ടിയല്ലോ. അപ്പയുടെ ഫേവററ്റ് ഡിഷാണ്. അമ്മ എന്നെ നിന്നോണ്ട് തന്നെ കഴിക്കണേ. അപ്പയ്ക്ക് ആസ്വാദികരമാകുന്ന സാധനങ്ങളാണ് കൂടുതലും. അമ്മ അധികം കഴിക്കാൻ സാധ്യതയില്ല. ഈ കർക്കിടക മാസത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് പറഞ്ഞ അമ്മേനെ കൊണ്ടൊന്ന് കഴിപ്പിക്കണം. ചില പാടാകും. ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അമ്മ ഇതിൽ ഏതൊക്കെ കഴിക്കൂന്ന് കണ്ടറിയണം. ഒന്നും തന്നെ കഴിക്കാൻ വഴിയില്ല. ഇനി അധികം സാധനമൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഓപ്പൺ ചെയ്യാൻ. ഇപ്പൊ തന്നെ ധാരാളമായി. അമ്മയ്ക്ക് കൊറേ നാളായിട്ട് അമ്മ വേണമെന്ന് പറഞ്ഞ ഒരു സാധനമാണ്. കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ പോവില്ല. അതെന്നാന്ന് ഇവിടെ കിട്ടിയോ? ഇത് ഫസ്റ്റ് ടൈം ഉപയോഗിക്കാൻ പ്രചോദനം നീയാ. ഓ ഇന്ന് അമ്മ വളരെ കളർഫുൾ ആയിട്ടാണല്ലോ അറേഞ്ച് ചെയ്തേക്കണേ. ഇന്ന് നല്ല കറക്റ്റ് പലഹാരവുമാണ്. ഈ ടേബിൾ മാറ്റിന് മാച്ച് ചെയ്യണ പലഹാര അല്ലേ? എന്റെ അപ്പച്ചന്റെ മെമ്മറി എനിക്ക് ഉണ്ടാക്കുന്നത് ഞാൻ പറയാറുണ്ടല്ലോ എന്നാന്ന്. വെമ്പാച്ചോറ്. ഇത് മധുരം ഇല്ലാത്ത വെമ്പാച്ചോറ്. അത് ആ പഴത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കും. ഇങ്ങനെ ഇരിക്കണം. അതേണ്ടോ ഇപ്പൊ എന്ത് ഭംഗിയാ നോക്കി. ഇതും മാറ്റാം. അതെ നല്ല സ്റ്റൈലാ. ഇത് എങ്ങനെ എടുക്കണം? ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. അതെ അതെ ഇങ്ങനെയും നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാം. ഇത് നല്ല സ്റ്റൈലാ. ഇത് നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് ഈ പഴം ഇങ്ങനെ ഇരിക്കണത്. വെമ്പാച്ചോറിൽ മധുരം ഇല്ല അല്ലെ? അതുകൊണ്ടാണ് അങ്ങനെ പറയണേ അതിനെ. പിന്നെ എന്നാ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടേക്കണേ. ഇത് ശർക്കര ചേർത്തുണ്ടാക്കി. ഇത് അത് ഞാനൊന്നും വേറെ ചേർത്തിട്ടില്ല. ശർക്കര ചേർക്കണതിന് മുമ്പ് കോരി എടുത്ത് എനിക്ക് വേണ്ടി വെച്ചത്. എനിക്ക് വേണ്ടിയല്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാം. എനിക്കത് അപ്പച്ചൻ അങ്ങനെ അവിടെ കഴിച്ചോണ്ടിരുന്നു. ഞാനപ്പോ എനിക്ക് അങ്ങനെ കഴിക്കണമെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചങ്ങനെ മാറ്റി എടുത്തതേ ഉള്ളൂ. ഒരു മിക്സ് തന്നെ, ഒന്നിൽ ശർക്കര ഉണ്ടെന്ന് മാത്രം. അത്രേ ഉള്ളൂ. അപ്പ വെച്ചേക്കണത് നല്ല രസം. ആ പാത്രത്തിന്റെ ചുറ്റും പഴം ഇരിക്കണ പോലെ. പാത്രത്തിന്റെ ചുറ്റും പഴം ഇരിക്കണ പോലെ ഉണ്ട് ശരിക്കും. അതെ അതെ അതെ. അപ്പൊ ഒരുപാട് പേർക്ക് ടേബിൾ മാറ്റ് ഇഷ്ടമായി എന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു കേട്ടോ. അതെ, നമ്മുടെ മറ്റേ ഇതിന്റെ ഒപ്പമുള്ള ടേബിൾ മാറ്റിലും സ്വല്പം തിന്നാട്ടോ, ഇച്ചിരി കട്ടി കുറവുണ്ട്. ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. നമുക്ക് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയും ഒരുപാട് പേര് എൻജോയ് ചെയ്തു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്റെ വകയുണ്ട് ഇന്ന് കർക്കിടക സ്പെഷ്യൽ കിറ്റ്. അധികമൊന്നുമില്ല കേട്ടോ, ചെറുതാ. അപ്പയാണ് അതിന്റെ കറക്റ്റ് അറേഞ്ച്മെന്റ്. ഇപ്പോഴാണ് ശരിയായത്. നല്ല രസം അല്ലേ? വേണ്ട, ഇത് മതി. ഇതാ കറക്റ്റ്. എടുത്തു. ടേബിൾ മാറ്റ് അടിപൊളിയല്ലേ സെലക്ഷൻ? അത് ഞാൻ ഈ ഫോട്ടോയ്ക്കുള്ള ഭംഗിയാണ് മെയിൻ ആയിട്ട് നോക്കിയോളൂ കേട്ടോ. നമ്മുടെ ഈ റൂമിന് നല്ല ഭംഗിയാ ഈ ടേബിൾ മാറ്റേ. അതെന്താ ഡാർക്കിന്റെ മുകളില് നമ്മള് ഫുഡ് ഐറ്റംസ് വെച്ച് കഴിയുമ്പോ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഞാൻ ആദ്യം ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉറച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സമയമായി. കട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൂക്ഷിച്ചൊക്കെയാ അമ്മ കട്ട് ചെയ്യണേ. നല്ല കട്ട് ചെയ്ത് കിട്ടും. കട്ട് ചെയ്തെടുക്കുന്ന പാച്ചോറ് അങ്ങനെ പറയാറായില്ല. കട്ട് ചെയ്ത് കിട്ടട്ടെ ആദ്യം. വരുന്നുണ്ട്, കുഴപ്പമില്ല. അമ്മ വളരെയധികം ശ്രദ്ധാലുവാ. ഞാൻ എടുത്തു. അടിപൊളിയായിട്ട് കിട്ടിയല്ലോ. അടിപൊളി എന്ന് പറയാൻ പറ്റൂല, വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ഞാനത് കോരി വെച്ചാ പോന്നത് കുറയ്ക്കാനായിട്ട്. നമ്മള് നേരത്തെ ഇതുപോലെ കട്ട് ചെയ്തത് എങ്ങനെയാ ഉണ്ടാക്കണേന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരാവേ. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കാരണം എല്ലാവരും ഇങ്ങനെ
കോരി ഒഴിച്ച് എടുക്കുന്ന ടൈപ്പാണ് ഉണ്ടാക്കണേന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു ചേഞ്ചിന് വേണ്ടി, പിന്നെ നമ്മുടെ ഈ അടിയന്തരത്തിനൊക്കെ തരുന്നത് ഇങ്ങനെ പീസായിട്ടാ തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോ നമുക്കിത് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ അത് വളരെ കൺവീനിയന്റ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോഴേ കഴിക്കാനൊക്കെ ഭയങ്കര സൗകര്യമാണ്. സ്ക്വയർ പീസ് ആയിട്ട് തന്നെ കിട്ടും ശരിക്കും. കറക്റ്റ് സ്ക്വയർ പീസ് ആയിട്ട് തന്നെ കിട്ടും. സ്ക്വയർ ആക്കാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് അങ്ങ് എടുത്താൽ മതി. ഇത് എന്നാന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ നിന്ന് ആദ്യം ഒരെണ്ണം ട്രേ ആണെങ്കിൽ ഇങ്ങനെ ഇത്രയും കട്ടിയുണ്ട്, ഇങ്ങനെ ഉണ്ടാവൂല, പൊങ്ങിയിരിക്കൂല. അപ്പൊ എടുക്കാൻ എളുപ്പം. അപ്പൊ ആദ്യം ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. അപ്പഴേക്ക് സ്പൂൺ എടുത്തു ഇതിൽ വെക്കാട്ടോ. ഞാൻ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് ഇതില്. സ്വല്പം നെയ്യ് ചേർത്ത് വേവിച്ചപ്പോ ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യിൽ വഴറ്റിയാ ചേർത്തത്. ഇതിന്റെ കൂടെ പഴം ഇല്ലെങ്കിലും പഴം ഉണ്ടെന്ന് നമുക്ക് അങ്ങ് അനുമാനിക്കാം. ടേബിൾ മാറ്റ് ഉണ്ടല്ലോ. ഏത്തപ്പഴ അരിഞ്ഞിട്ട് നമ്മള് വേവിക്കാറ്. പക്ഷെ ഇത്തവണ ഏത്തപ്പഴ ഇല്ലായിരുന്നു ഇവിടെ. അമ്മ കട്ട് ചെയ്യണോ, വളരെ സൂക്ഷിച്ചാണ് കട്ട് ചെയ്യണത്. കട്ട് ചെയ്തെടുക്കണം, നല്ലതാ. ഞങ്ങളുടെയൊക്കെ കാലത്ത് കട്ടിങ് ഇല്ല. പ്ലേറ്റിൽ അമ്മ സ്റ്റീലിന്റെ ഇങ്ങനത്തെ പ്ലേറ്റുകളിൽ കോരി ഒഴിച്ചു വെച്ചേക്കും ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോ. എന്നിട്ട് അത് അന്നേരം ഉറച്ചിരിക്കും. എന്നിട്ട് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കും. അങ്ങനെയാ ഞങ്ങളുടെയൊക്കെ കാലഘട്ടം. ഈ കട്ടിങ് ഒക്കെ തുടങ്ങിയിട്ട് അധികം നാളായില്ല. അപ്പൊ കൂടുതൽ ഇച്ചിരി ഉറച്ച് ഞാൻ കോരിയാൽ മതി. അന്നേരം കട്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും. വേവ് കോരി എടുക്കുമ്പോ അങ്ങനെ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല അതില്. കഴിച്ചോ. അത് തേങ്ങാപ്പിരേലി ആയിരിക്കും. തേങ്ങാപ്പിരേലി ഇതാത്. പഴം ഉണ്ടെന്ന് അങ്ങ് അസ്യൂം ചെയ്യാം. അതെ, പഴം ഉണ്ടല്ലോ പഴത്തിന്റെ. മുന്തിരിങ്ങ കുറവാ അപ്പയ്ക്ക്. മുന്തിരിങ്ങ മീരെ പതിപ്പിച്ചേക്കാം. അപ്പയുടെ ഫേവററ്റ് ഡിഷാണ് പാച്ചോറ്. അപ്പച്ചന്റെ ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ എന്റെ കയ്യിലും ഉണ്ട് കുറച്ച് മധുര സാധനങ്ങളൊക്കെ. കർക്കിടക സ്പെഷ്യൽ ആട്ടോ. അത് കാണിക്കാം നമുക്ക്. ടേസ്റ്റ് ചെയ്യാം. നമുക്ക് അപ്പനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഏത് കർക്കിടക സ്പെഷ്യൽ ഐറ്റംസ് നല്ല സാധനങ്ങളാട്ടോ. ചിലതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇത് അമ്മയുടെ സ്പെഷ്യൽ വെമ്പാച്ചോറ്. അതും കട്ടിങ്ങിനാണോ എടുക്കണേ? കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. എല്ലാം ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ മേലേ. എങ്ങനെ വേണമെങ്കിലും. അതിന് വേറെ പ്ലേറ്റ് വേണം എടുക്കണമെങ്കിൽ. അപ്പൊ എന്നെ ഒന്നും പറയാത്തതെന്ന് വെച്ചാൽ അല്ല, അഭിപ്രായം പറയാം. ഒരു പഴം കൂടി ഇടുന്നതായിരുന്നു. ഏത്തപ്പഴം ഇട്ടാ ചെയ്യാറ്. അരി വേവിക്കുന്ന കൂട്ടത്തില് ഒരു ഏത്തപ്പഴം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ടാല് അരിയുടെ കൂടെ അതങ്ങ് വെന്ത് കലങ്ങിക്കോളും. പക്ഷെ അതിന്റെ ആ ടേസ്റ്റ്, ഫൈനൽ ടേസ്റ്റ് ഭയങ്കര ആസ്വാദികരമായി. കാരണം ആ ഏത്തപ്പഴത്തിന്റെ ഒരു നേർത്ത പുളിയും കൂടെ വരുമ്പോ ഇത് കഴിക്കാൻ വളരെ ആസ്വാദികരമായി. ഇത് പണ്ട് കാലത്തെ ഉള്ള ഒരു പലഹാരമാണ്. എല്ലാ വീടുകളിലും ഉണ്ടാവും. അരി സുലഭമായിട്ടുണ്ട്, തേങ്ങയുണ്ട്. പിന്നെ മധുരം ഇട്ടുണ്ടാക്കണമെങ്കിൽ ശർക്കര മാത്രം മതി. അത് ചില വീടുകളിൽ തെക്കോട്ടൊക്കെ ആണെങ്കിൽ കരിമ്പ് കൃഷിയുണ്ട്. അപ്പൊ കരിമ്പ് ആട്ടി ശർക്കരയും ഉണ്ടാവും. ഇനി ശർക്കര ഇട്ടില്ലെങ്കിൽ ഇതുപോലെ മധുരം ഇല്ലാത്ത വെളുത്ത നിറത്തിലുള്ള ഇതുണ്ടാക്കുകയും ചെയ്യാം. അതും ഈക്വലി ഗുഡാണ്. പഞ്ചസാര ഇട്ടുണ്ടാക്കിയ വെളുത്ത നിറത്തിലിരിക്കും. അറിയാലോ, ഇത് പഞ്ചസാരയൊന്നും ഇല്ലാത്ത, ഇത് മധുരം ഇല്ല. പഞ്ചസാരക്ക് ശർക്കരയുടെ ആ ഒരു ആസ്വാദത അതില്ല. ശരിയാ, എടുത്തോട്ടെ. അതെ, കഴിച്ചോ, വെച്ചേക്കണ്ടത്. ഞാനധികം ഒന്നും കഴിക്കില്ല. ഞാൻ ഒരു ചെറിയ പീസേ കഴിക്കുള്ളൂ. കാരണം ആഫ്റ്റർ ഓൾ ഇത് അരിയല്ലേ, അപ്പോ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. അമ്മയ്ക്ക് അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മധുരമില്ലാത്തത് ഈക്വലി നല്ലതാണ്. ഇപ്പൊ നമ്മള് ജീരകവും ഏലക്കായും പൊടിച്ച് ചേർക്കുന്നേരം ഈ കഞ്ഞിയൊക്കെ കഴിക്കുമ്പോ തേങ്ങ ഇരണ്ടിയിട്ട് ചിലര് കഞ്ഞി കുടിക്കും. ഞങ്ങളുടെ വീട്ടിലെ അപ്പൻ തേങ്ങാച്ചോറ്, ഗ്രാൻഡ് ഫാദർ തേങ്ങാച്ചോറല്ല, കഞ്ഞിയിൽ അപ്പ പറഞ്ഞത് തേങ്ങ ഇരണ്ടിയിട്ട് കഴിക്കണം. അങ്ങനെ ചോറിലല്ല. അമ്മയുടെ ഫേവറേറ്റ് ആണ് വെമ്പാച്ചോറ്. എന്റെ ഫേവറേറ്റാ. അമ്മ എന്നെ നിന്നോണ്ട് തന്നെ കഴിക്കണേ. കാപ്പി ഇടാൻ പോണത് കാരണം. കാപ്പി ഇടാൻ പോണം, അതുകൊണ്ടാ. ക്ഷമയില്ലാഞ്ഞിട്ടല്ല. എന്നാൽ സ്വല്പം മധുരത്തിന്റെ ടേസ്റ്റ് ചെയ്തോ.
കുറച്ച് വെറൈറ്റി കർക്കിടക സ്പെഷ്യൽ സാധനം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ കേട്ടോ, ബാക്കി സാധനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അൺബോക്സ് ചെയ്യണേ. കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി ഐറ്റം ഉണ്ട്, പക്ഷെ കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ട്. മരുന്ന് കഞ്ഞി ഞാൻ മേടിച്ചില്ല, പക്ഷെ കള്ളിനറി ഡിഷസ് എന്നും പറഞ്ഞിട്ട് കുറച്ച് ട്രഡീഷണൽ ഡിഷസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഞാൻ തിരഞ്ഞെടുത്ത് സാമ്പിൾ സഹിതം വാങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല. അപ്പയ്ക്ക് ആസ്വാദികരമാകുന്ന സാധനങ്ങളാണ് കൂടുതലും. അമ്മ അധികം കഴിക്കാൻ സാധ്യതയില്ല. നോക്കിയാ ഈ കവറിനകത്ത് നിറയുണ്ട്. കർക്കിടകമൊക്കെ അല്ലേ? പായസല്ല, അത് എനിക്ക് തോന്നുന്നേ ഉലുവാക്കഞ്ഞി. ഓരോന്നും എടുത്ത് രുചിച്ചു നോക്കണം കേട്ടോ. സ്വീറ്റ് ആണെന്നാ പറഞ്ഞത്. ശർക്കര അങ്ങനെ എന്തൊക്കെയോ ചേർത്ത്. അത് ഉലുവ ഉണ്ടയാണ്. ഉലുവ ഉണ്ടയല്ല, മരുന്നുണ്ടാന്നാ പറഞ്ഞേക്കണേ. ഔഷധ ലഡു. ഇച്ചിരി കൊണ്ടുവന്നപ്പോ പൊടിഞ്ഞു പോയി. എന്നിട്ട് അമ്മ അത് ഉരുട്ടി തന്ന ഒരെണ്ണം. അപ്പൊ പൊടി ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കി. ഇത് എന്നാന്നറിയോ, ഇത് അപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പപ്പായ പയർ പുഴുക്ക്. ഇത് ചെറിയ ഉള്ളി കഞ്ഞി. ചെറിയ ഉള്ളി കഞ്ഞി നല്ലതാണ്. ഇത് പക്ഷെ സ്വീറ്റാ. ചെറിയ ഉള്ളി ടേസ്റ്റി ആട്ടോ. അത് ഞാൻ സാമ്പിള് എടുത്തു നോക്കി. ശർക്കര ചേർത്തിട്ടുണ്ട്. നല്ല ഡെലീഷ്യസ് അത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞവരേരിയ. അത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാ കോവിലിന്ന്. നമുക്ക് നാളെ കഞ്ഞി വെക്കാം. അതും ഞവര തന്നെയാ. 2 പാക്കറ്റായിട്ട് മേടിച്ചതാ. 30 രൂപ. അത് ഞാൻ കോവിലിന്ന് മേടിച്ചതാ. അത് നമുക്ക് ധാരാളം മതിയല്ലോ. ഏതാ അപ്പൊ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണേ? അത് ബില്ലുകളാ. എനിക്കും അതിനെ മരുന്നുണ്ട ആദ്യം കഴിച്ചിട്ട് മറ്റുള്ളത് കഴിക്കണായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം മരുന്നുണ്ടയിൽ വലിയ മധുരം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ മറ്റത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഡെലീഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യൂലോ. മുഴുവനും മരുന്നിന്റെ മണം, വളരെ ഹൃദ്യമായ മണം. ഒരു ആയുർവേദിക് കടയിലേക്ക് കയറി നല്ല മണം. ഇച്ചിരി പൊടിഞ്ഞു പോയത് ഒരെണ്ണം ഉരുട്ടിയെടുത്ത് കേട്ടോ. അതാ ഒരെണ്ണം ചെറുതുപോലെ തോന്നണേ. അത് ഇച്ചിരി ചെറുതുപോലെ തോന്നണേ പൊടിഞ്ഞു പോയിക്കൊണ്ടപ്പോ. കഴിഞ്ഞ വർഷം നമ്മളുണ്ടാക്കിയ ഉലുവ ഉണ്ട ഓർക്കുണ്ടോ? ഒരു ആയുർവേദ ടേസ്റ്റാ അല്ലേ? പോഷക സമൃദ്ധമാണല്ലോ. ഈ കർക്കിടക മാസത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് കാലത്ത് പഞ്ഞമാസമായിട്ടാ വെച്ചിരിക്കുന്നത്. കാരണം തുള്ളി തോരാത്ത മഴ. മനുഷ്യന് ഒരാൾക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. എല്ലാവരും വീട്ടിൽ തന്നെ കുഴിഞ്ഞു കൂടുന്നതാണ് പതിവ്. ചെറിയ പുതപ്പൊക്കെ പുറച്ച് കുഞ്ഞിക്കൂടി ഇങ്ങനെ ഇരിക്കുന്നതാണ് ആ കാലത്തെ ഒരു പതിവ്. പാവപ്പെട്ടവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അന്ന് കൃഷിപ്പണികളാണ് കൂടുതൽ. കൃഷിപ്പണികൾക്ക് പോകാനും നിവൃത്തിയില്ല ഈ തോരാമഴ കാരണം. അതുകൊണ്ടാണ് പഞ്ഞമാസം. അവർക്ക് കൂലി കിട്ടുന്നില്ല. നിത്യജീവിതത്തിലെ ആഹാരാദി കാര്യങ്ങൾക്ക് പോലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാലം. അപ്പം അന്ന് ജന്മി കുടുംബങ്ങളിൽ നിന്നൊക്കെ നല്ല മനുഷ്യര്, ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് സാമ്പത്തിക സഹായവും ആഹാര സാധനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പം നമ്മുടെ ശരീരവും ഈ തീക്ഷ്ണമായ പ്രകൃതി ക്ഷോഭം കൊണ്ടും തോരാത്ത മഴ കൊണ്ടും എല്ലാം നമ്മുടെ ശരീരവും ഒക്കെ വളരെയേറെ ഒരു അവശ നിലയിലായിരിക്കും. അപ്പം ആ സമയത്ത് നമുക്കൊരു ശക്തി കിട്ടുന്നതിനും സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമായിട്ട് ഒരുപാട് ഔഷധ കൂട്ടുകളും ഔഷധ കഞ്ഞിയും ഒക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഏതായാലും വീട്ടിലിരിക്കുകയാണ്. അപ്പം ആ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചില ചികിത്സകളും ആ കൂടെ നടത്താനായിട്ട്, ഔഷധ കഞ്ഞിയിലൂടെയുള്ള ചില ചികിത്സകളും നടത്താനായിട്ട് സൗകര്യമാണ്.
മറ്റു ആക്ടിവിറ്റികൾക്കൊന്നും പോകാനായിട്ട് നിവൃത്തിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീര ബലത്തിനും ഈ പറഞ്ഞ മാതിരി സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ആഹാര സാധനങ്ങളുണ്ട്. അതിൽ ചില സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഔഷധ കഞ്ഞി. ഒരുപാട് മരുന്നുകൾ ചേർത്തിട്ടുള്ള ഔഷധ കഞ്ഞി. അതവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് എടുത്തില്ല. അത്ര രുചികരമല്ല, പക്ഷെ ഒരുപാട് ഔഷധങ്ങൾ ചെല്ലുന്നത് കൊണ്ട് ശരീരത്തിന് അത് വളരെ നല്ലതാണ്. നീർദോഷവും അതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ളതായ ഔഷധങ്ങൾ മാറുന്നതിനായിട്ടുള്ള ഒരു ചികിത്സയാണ് ആ നടത്തുന്നത്. ഇതിലെല്ലാം പ്രധാനം എല്ലാവരും വീട്ടിലുണ്ടാവും. ആ സമയത്ത് വലിയ ആക്ടിവിറ്റി ഒന്നും ഔട്ട് സൈഡിൽ നടക്കൂല. അപ്പം ഇത് നടത്താനായിട്ട്, ചികിത്സ നടത്താനായിട്ട് പറ്റിയ ഒരു സമയവുമാണത്. പിന്നെ കാലാവസ്ഥയും തീക്ഷ്ണമായതുകൊണ്ട് തോരാത്ത മഴയും കാറ്റും ഈർപ്പവും കോടയും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചികിത്സകൾക്കൊക്കെ ഒരുപാട് പ്രസക്തിയുള്ള സമയമാണ്. ഇന്നിപ്പോൾ അതൊന്നുമില്ല, എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് വീടിന് പുറത്ത് പോകുന്ന ഒരവസരമായതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രസക്തി വളരെ കുറവാണ്. കാരണം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളവർ വളരെ കുറവാണ്. എന്നാലും അതിൻ്റെ ആ ഓർമ്മയ്ക്കായിട്ടും പിന്നെ ഇത്തരത്തിലുള്ളതായ മരുന്ന് കഞ്ഞിയും ഇതുപോലെയുള്ള ചേരുവകളൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. വേറെ ദോഷകരമായിട്ടുള്ള വസ്തുക്കളൊന്നും അല്ലല്ലോ ഇത്. അപ്പം അതുകൊണ്ട് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഡയറക്റ്റ് ഫ്രം നേച്ചർ. അതെ, വീട്ടിലിരുന്ന് കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം ജോലിക്കൊക്കെ പോകേണ്ടവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നോ അല്ലെങ്കിൽ ലീവൊക്കെ എടുത്തോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സേവിച്ച് നമുക്ക് ആ കർക്കിടക മാസത്തിന്റെ ആ തീക്ഷ്ണതയെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും, കാലാവസ്ഥാ തീക്ഷ്ണതയെ. അപ്പൊ ഇത് എന്ത് ലഡുവാന്ന് പറഞ്ഞ ഔഷധ ലഡു. നല്ല രുചികരമാണ്. മധുരമൊന്നുമില്ല അല്ലേ? മധുരമുണ്ട്, നേർത്ത മധുരമുണ്ട്. പക്ഷെ ഒരുപാട് മരുന്നുകളുടെ ഒരു രുചി വരുന്നുണ്ട്. പക്ഷെ ആ രുചി വളരെ ഹൃദ്യവുമാണ്. ഒട്ടും നമുക്ക് അരോചകം ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല. ഇത് പറഞ്ഞ അമ്മേനെ കൊണ്ടൊന്ന് കഴിപ്പിക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാ എനിക്ക് തോന്നണേ. ഉണ്ട വളരെ നല്ലതാട്ടോ. ഇഷ്ടപ്പെട്ടോ അപ്പയ്ക്ക്? അത് പണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഉലുവ ഉണ്ട ഓർക്കണ്ടോ? കഴിഞ്ഞ വർഷം വളരെ ഡെലീഷ്യസ് ആയിരുന്നു അത്. ഇത് ഉലുവ മാത്രമല്ല, ഇതിൽ പല രുചികളും വരും. ഇതിലൊത്തിരി ഉണ്ട്. നല്ല മണം. അവിടെ കുറെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോ. ഒരു സ്പെഷ്യൽ കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച വരെ, അതായത് 21 ജൂലൈ വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതാണ് ഉലുവ കഞ്ഞി. കുറച്ച് സ്വീറ്റ് ആണെന്നാ പറഞ്ഞേട്ടോ. ഞാൻ സ്വീറ്റ് ആണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശർക്കര ആണോ പോലും? അല്ലാതെ പഞ്ചസാര ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ കൽക്കണ്ടം വല്ലതും ആയിരിക്കും. എന്നാ അങ്ങനെയായിരിക്കും. അത്ര രുചികരമല്ല, പക്ഷെ എന്നാലും ഉലുവയല്ലേ, അത് ആസ്വാദികരമാണ്. ഞാൻ ചോദിച്ചു കയ്പുണ്ടോന്ന് അവരോട് ചോദിച്ചപ്പോ ഇല്ല, കയ്പില്ല എന്ന് പറഞ്ഞു. കയ്പൊട്ടുമില്ല, രുചികരമാണത്. അപ്പൊ ഉലുവ കഞ്ഞി, ഉലുവ തന്നെ അറിയാൻ കയ്പുണ്ട്, പക്ഷെ പിന്നെ ഒരുപാട് രോഗങ്ങൾക്ക് ഉലുവ ഒരു സിദ്ധ ഔഷധവുമാണ്. ഇത് മറ്റേ ചെറിയുള്ളി കഞ്ഞിയാ. ഇത് ഡെലീഷ്യസ് ആട്ടോ, ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. അത് ഡെലീഷ്യസ് ആയിരിക്കുമല്ലോ, ഉള്ളിയല്ലേ. ഉള്ളി കറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ളിക്കറിയുടെ ചിലപ്പോ വേറൊരു ഫോർമാറ്റ് ആയിരിക്കും. പക്ഷെ മധുരം ചേർത്തതാ. അല്ല, ഉള്ളിയിലും ഒരു ചെറിയ മധുരം ഉണ്ടാവും നമുക്ക് കഴിക്കുമ്പോ. ഇത് ഉള്ളി എനിക്ക് കാണാൻ മുഴുവനെ കിടപ്പുണ്ട്. ഇത് കണ്ടില്ലേ? ഉള്ളി മുഴുവനെ ഇട്ടേക്കണേ. ഞാൻ അവരോടൊന്ന് ഇളക്കി കാണിക്കാൻ പറഞ്ഞായിരുന്നു, അന്നേരം ഇളക്കി കാണിച്ച്. വളരെ ആസ്വാദികരമാണ്. ഇത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത് കേട്ടോ. രുചികരമാണ്. അത് പപ്പായ ചെറുപയർ പുഴുക്ക്. അപ്പയ്ക്ക് പപ്പായ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തത്. പപ്പായ ചേർന്നതായത് കൊണ്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മ ഇതിൽ ഏതൊക്കെ കഴിക്കൂന്ന് കണ്ടറിയണം. ഒന്നും തന്നെ കഴിക്കാൻ വഴിയില്ല. അമ്മേനെ ട്രോളാൻ കിട്ടോ, അമ്മയൊന്നും പിണ്ടുന്നില്ല. അമ്മയൊന്നും മിണ്ടല്ല, പാത്രത്തിൽ നിന്ന് ഏതാണ്ടൊക്കെ കഴിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത് പക്ഷെ ഒരു കറി പോലെയാണോ? കറിയാണ് ഇത്. പുഴുക്ക് ഒരു ചോറിന്റെ കൂടെ ഒക്കെ അല്ലെങ്കിൽ കഞ്ഞിയുടെ ഒപ്പം കഴിക്കുന്ന. ഇത് നമ്മളിവിടെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറി പോലെയാണ്, പക്ഷെ നല്ല കറിയാവും. ഏറ്റവും
ഏറ്റവും പ്രധാന കാര്യം എന്നാ ഇതുകൊണ്ടൊന്നും ദോഷമില്ലല്ലോ ശരീരത്തിന്. അതെ, ഡയറക്റ്റ് ഫ്രം നേച്ചറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. ഇത് നമുക്കൊന്ന് ചോറുണ്ടുമ്പോ ചോറിന്റെ കൂടെ കഴിക്കാം. നല്ല കറിയാം. അപ്പൊ അല്ലെങ്കിൽ കപ്പാങ്ങിയല്ലേ, സ്വാദികരമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ. ആഹാ, അത് ശരി. നന്നായിരിക്കുന്നു. ഉണ്ടെങ്കിൽ ആ ഉലുവയുടെ മാത്രമല്ല ടേസ്റ്റ്, ഒരുപാട് ഈ പച്ചമരുന്നുകളുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമാണ്. അത് ശരി. അപ്പൊ അതിന് നല്ലൊരു തീക്ഷ്ണമായ രുചിയാണ്, നല്ല ടേസ്റ്റി. അത് നല്ല വിലയുണ്ട്, 38 രൂപയായിട്ട് 3 ചെറിയ ഉള്ളി കറി നല്ല, ചെറിയ ഉള്ളി കഞ്ഞി, അതും ചോറിന്റെ കൂടെ കഴിക്കാം. സ്വീറ്റ് അല്ലേ? പക്ഷെ ഒരു സൈഡിൽ കുറച്ച് വെച്ച് കഴിഞ്ഞാലും ഇത് കഴിക്കാം. എൻ്റെ അടുത്ത് ഉലുവാണ്ട ഇരിപ്പുണ്ട്, പാച്ചോറ് ഇരിപ്പുണ്ട്. അപ്പൊ ആദ്യം പാച്ചോറ് തന്നെ അങ്ങ് കഴിക്കാം. അമ്മ ഏതാണ്ടൊക്കെ കിള്ളിപ്പുറക്കി നോക്കണ്ട്. പാച്ചോറ് ഇങ്ങനെ ഒരു പീസാക്കി വെച്ചേക്കണായിരുന്നേ, കട്ട് ചെയ്ത് കഴിക്കാൻ ഭയങ്കര സൗകര്യ. കഴിക്കട്ടെ കേട്ടോ, നല്ല പാച്ചോറാ, ടേസ്റ്റില്ല. അമ്മ എക്സൈറ്റഡ് ആണോ ഈ കർക്കിടക സ്പെഷ്യൽ വിഭവങ്ങൾ കഴിക്കാൻ? ഇങ്ങനെയുള്ളതിനോട് അത്ര വലിയ ഇതുള്ള കൂട്ടത്തിലല്ല, എക്സൈറ്റഡ് ഒന്നുമല്ല. പിന്നെ ടേസ്റ്റ് ചെയ്യാൻ നീ ഏതായാലും മേടിച്ചോണ്ട് വന്ന സ്ഥിതിക്ക് എന്തൊക്കെയാന്ന് ഞാൻ കാപ്പി ഇടുമായിരുന്നു അപ്പം ടേസ്റ്റ് ചെയ്ത സമയത്ത്. ഇത് ഏതാണ്ട് കറി തന്നെയാണ്. എന്നതാ മൂലൂതൊക്കെ? ഇത് പപ്പായ പയർ പുഴുക്ക്. നമ്മള് കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും ഒക്കെ ഉണ്ടാക്കും പോലെ എരിശ്ശേരി ഒക്കെ ചെയ്യും. എരിശ്ശേരിയുടെ ടിപ്പിക്കൽ ഫോം. പപ്പായ എരിശ്ശേരി നമ്മള് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏതാണ്ടൊരു ഇതുപോലെ തോന്നിക്കുന്നു കണ്ടിട്ട്. സ്മെല്ലൊക്കെ നല്ലതാ. സ്വല്പം കഴിച്ചു നോക്കാം. രാത്രി ആയതുകൊണ്ട് ഒരുപാട് വയറ് വേണമെങ്കിൽ ഊണ് കഴിക്കുമ്പോ എടുക്കുകയും ചെയ്യും. നോക്കട്ടെ കേട്ടോ. ഇത് നമ്മളുണ്ടാക്കിയ പപ്പായ എരിശ്ശേരി. നമ്മള് പപ്പായ ശരിക്ക് ഉടച്ചെടുത്തോ. ഇവരുടെ പപ്പായ ഇങ്ങനെ വേവിച്ച് പീസാക്കിയിട്ടേക്കണം, അതേ വ്യത്യാസമുള്ളൂ. പിന്നെ വൻപയറ്, പിന്നെ അതിന്റെ മിക്സ് തേങ്ങ ഒതുക്കിയത് ചേർത്തിട്ടുണ്ട്. നമ്മള് തേങ്ങ വറുത്തും കൂടെ ഇടും എരിശ്ശേരിക്ക്. അതാണിത് തമ്മിലുള്ള വ്യത്യാസം. വേറെ വ്യത്യാസമൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നണില്ല കഴിച്ചിട്ട് ഈ കൂട്ടിന്. അതാണ് സംഭവം. പക്ഷെ നല്ല കറിയാ, നല്ല. അമ്മയ്ക്ക് ഇവിടെ പപ്പായയും പയറും കൂടെ ഉലർത്തൂല, ഞാൻ പണ്ട് ഓർക്കണില്ലേ? അത് കുരുകുരുന്നായിരിക്കും വെച്ചാൽ. നല്ല കറി കേട്ടോ, കൊള്ളാം. ചോറിന്റെ കൂടെ കൂട്ടാൻ നല്ല നല്ല. ചോറിന്റെ കൂടെ എടുക്കാന്നാ അപ്പൊ പറഞ്ഞെ. എടുക്കാൻ നല്ലത്. ഒന്ന് എന്റെ ദൈവം ഉണ്ടാടെ കേട്ടോ. ഇച്ചിരി പൊടിഞ്ഞു പോയി. ഒരുണ്ട എന്നിട്ട് ഉരുട്ടി ഇതിനകത്തേക്ക് വെച്ചതാ. ഇതായിരിക്കും ഉലുവാക്കഞ്ഞി. ഉലുവാക്കഞ്ഞി ഞാൻ നോക്കാം. ഈ സ്പൂൺ കൊണ്ട് തന്നെ അങ്ങ് എടുക്കുവാണ്. നമുക്ക് മാത്രം എടുക്കാനല്ലേ ഉള്ളതല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ എടുക്കുക. വേറെ സ്പൂൺ എടുക്കണില്ല. അത് ഈ മറിയാമ്മ ചേച്ചിയൊക്കെ ഇവിടെ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ കുഞ്ഞുഞ്ഞേട്ടൻ്റെ മറിയാമ്മ ചേച്ചി ഉലുവാക്കഞ്ഞി എന്ന് എപ്പോഴും പറയാറുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഓ, കയ്പൊന്നുമില്ല. ഈ തേങ്ങാപ്പാലിന്റെ ആയിരിക്കും ചെറിയൊരു മതിരിപ്പുണ്ട് ഇതിന്. വളരെ പെയിലായിട്ടുള്ള ഒരു ടേസ്റ്റാ. അത് ഇത് കഴിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. എനിക്ക് പറയാനൊന്നും അറിയില്ല കേട്ടോ ഇതിനെപ്പറ്റി. എന്നാലും പിന്നെ ടേസ്റ്റിന് വലിയ പ്രാധാന്യം ഇല്ല കർക്കിടക വിഭവങ്ങൾക്ക്, ഗുണത്തിനാണ് പ്രാധാന്യം. എനിക്ക് ആ രീതിയിൽ കണ്ടാ മതി. ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പപ്പായ പയർ ഇത് ചിലപ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഉലുവാക്കഞ്ഞി കയ്പൊന്നുമില്ല. ഞാൻ കയ്പുണ്ടാവൂന്നാ ഓർത്തത്. അതൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെ പായസം പോലെ ഇരിപ്പുണ്ടല്ലോ. ചെറിയുള്ളി കഞ്ഞിയാ. അത് അപ്പനും പറയണ നീ കേട്ടോ. ചെറിയ ഉള്ളി കഞ്ഞി എന്ന് വെച്ചാൽ എന്നതാ? ഉള്ളി, ചെറിയ ഉള്ളി അതല്ലേ മുഴുവത്തോടെ ഇട്ടേക്കണേ. പിന്നെ എന്നെ കൂടി ഇതിൽ വേറെ ഉള്ളത് ശർക്കരയുണ്ട്, മധുരമുള്ള സാധനം. ആ ഉള്ളി മുഴുവത്തോടെ വഴറ്റിയ ചുള്ളമായിരിക്കും. ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കണം? വല്ലോ അറിയാവുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാരോട്ടോ. ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കണേന്ന് വെറുതെ അറിയാൻ വേണ്ടിയാ. തേങ്ങാക്കൊത്തുണ്ടോ? മധുരം ഉണ്ടോ അതിന്? സ്വീറ്റാ, നല്ല ഡിഷാട്ടോ. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമല്ല. എന്നാന്നറിയാമോ? ചെറിയ ഉള്ളി കഞ്ഞി എന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റേ കഞ്ഞിയാന്ന് ധരിച്ചു. ഉള്ളിക്കറിയുടെ ആ ഫോമാന്ന് ഓർത്ത വായിൽ വെച്ചതാ. ശർക്കര ഉണ്ടോ?
ആ അങ്ങനെ ചിന്തിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇതാ, നല്ല സാധനം. എന്റെ ടേസ്റ്റ്. പിന്നെ ഇത് തെറ്റില്ല, ഈ 3 എണ്ണത്തില എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇതാ. ആഹാ, ഞാൻ വിചാരിച്ച അതായിരിക്കും ഇഷ്ടപ്പെടുക. ഉള്ളിക്കറി എന്നുള്ള തേങ്ങ വറുത്തരച്ച് ഉള്ളിക്കറി വെക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും ഓർത്ത് വായിൽ വെച്ചപ്പോ ഒരു സുഖമില്ല. എന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി ഉണ്ട കഴിച്ച അമ്മീന് എന്ത് പറയാ? ഉണ്ടയുടെ പൊടി ആദ്യം എടുക്കാം. പൊടി ഇച്ചിരി പൊടിഞ്ഞു പോയത് കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടയായിട്ടുള്ളത് അങ്ങനെ ഇരുന്നോട്ടെ. ഇത് ഏതായാലും അതിന്റെ പൊടി തന്നെയാണ്. നോക്കട്ടെ. ഇത് വലിയ കുഴപ്പമില്ല. ഒരുപാട് മരുന്നുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ശർക്കര, എള്ള, ഉലുവയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ. പിന്നെ എനിക്കറിയാൻ മേലെ എന്തൊക്കെയോ പച്ചമരുന്നുകൾ ചേർത്തിട്ടുണ്ട് ഇതിൽ. എന്നാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് തെറ്റില്ല, തിരക്കടില്ല. അതെ, നല്ല ഇഷ്ടം. അയമോദമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി മരുന്നുകളുണ്ട് അതിൽ. നമുക്ക് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഇത് മാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാ. അപ്പ എന്നാ പറഞ്ഞു? അപ്പയ്ക്ക് വളരെ ഇഷ്ടമായി അത്. ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. നമ്പർ 1 ഉഗ്രൻ. നമ്പർ 2ന്റെ കൂട്ടത്തിൽ ഇതും പെടും. നമ്പർ 3. പിന്നെ നമ്മൾ അങ്ങനെ ടേസ്റ്റ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ട പാടില്ല. കാരണം ഇത് മരുന്നിന്റെ കർക്കിടക മാസത്തിലെ മരുന്ന് പ്രയോഗങ്ങൾ നടത്തുന്നവർ ചെയ്യുന്ന ഓരോരോ ഐറ്റംസ് ആണ്. അപ്പൊ കുറ്റം പറയാൻ പാടില്ല. ടേസ്റ്റ് വൈസ് ഓരോ താല്പര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. താല്പര്യം എങ്ങനെയാന്നുള്ളത് തുറന്നു പറഞ്ഞെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. വേറെ ഒന്നും വെച്ച് ഞാൻ പറഞ്ഞല്ല കേട്ടോ. അപ്പൊ ഓക്കെ, നിക്ക് കഴിഞ്ഞിട്ടില്ല. കുറച്ച് സാധനം കൂടി ഞാൻ മേടിച്ചതുണ്ട്. അതല്ല, ഇത് മാറ്റട്ടെ. മേടിച്ച സാധനം വെക്കണമെങ്കിൽ ഫുഡ് ഐറ്റം ഇവിടെ നിന്ന് മാറ്റണം. മാറ്റി ഇവിടെ ക്ലീൻ ആക്കി വെച്ച് അത് കൊണ്ടുവന്ന് വെക്കാം. ഇത് മാറ്റാം. ഓ, എനിക്കത് വളരെ ഇഷ്ടമായി. അമ്മയ്ക്ക് ഓപ്പൺ ചെയ്യാൻ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. ഇനി അധികം സാധനമൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഓപ്പൺ ചെയ്യാൻ. ഇപ്പൊ തന്നെ ധാരാളമായി. അപ്പൊ നമുക്ക് തുറക്കാം. അതെ, അപ്പയുടെ സാധനങ്ങളാ അതിനകത്ത് കൂടുതൽ കേട്ടോ. അപ്പ ഏതാണ്ടൊക്കെ അതെ അതെ അതെ. എടുക്കാം. ആദ്യം പിടിച്ചേക്കണത് അമ്മയ്ക്ക് കൊറേ നാളായിട്ട് അമ്മ വേണമെന്ന് പറഞ്ഞ ഒരു സാധനമാണ്. മനസ്സിലായോ? ഞാനൊന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചായിരുന്നു. പിന്നെ ഓർത്ത അയ്യോ വീഡിയോയിൽ കാണിക്കണല്ലോ അത്. അത് അമ്മ ആദ്യം കണ്ടുപിടിച്ചു. നല്ല ഞാൻ പറഞ്ഞില്ല ഈ ചെക്ക് വേണ്ട, ചെക്ക് ഞാൻ മടുത്തു. അതുകൊണ്ട് ഡോട്ട് മതി എന്ന് പറഞ്ഞു. രണ്ടും നല്ലതാ. 2 ഏപ്രിലാട്ടോ. അതെ, നാളെ കെട്ടി കാണിക്കാം. നാളെ ഇട്ട് ഓരോന്ന് കാണിക്കാം കുക്കിങ്ങിന്. അതെ, ചിലപ്പോ ഇല്ലേ നാളെ ഫിഷ് കറി വെക്കുമ്പോ ഇത് ഇടൂല. ഫിഷ് ആയതുകൊണ്ട് സ്മെല്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് വേറെ കുക്കിംഗ് ഉണ്ട്, അന്നേരം കാണിക്കാം. രണ്ടും നല്ലതാ. പോൽക്ക ഡോട്ട്സ്. അമ്മ ഡോട്ടിന്റെ ആരാധികയാന്ന് എനിക്കറിയാം. ഇനി ഞാൻ പൊത്തിച്ചിപ്പോണ്ട് മറ്റേതിന്. എന്നോട് പറഞ്ഞില്ലേ ഏതാ? സാരി. ഇപ്പൊ എവിടെ ഉണ്ടോ അറിയില്ല. പോവാൻ തുടങ്ങിയിട്ട് കൊറേ ദിവസമായി, അവിടെ വരെ എത്തിയിട്ടില്ല. 1.5 ആഴ്ച ഈ അടച്ച മഴയാ ഞങ്ങൾക്ക് ഇവിടെ. എനിക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടമില്ല അടച്ച മഴയത്ത്. സാരി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ പോവില്ല. കാര്യം മെട്രോയിൽ കയറി പോവാൻ ചെന്നാ. പക്ഷെ ഇങ്ങനെ മഴയത്തെ പോവില്ല, ശരിയാവില്ല. കണ്ടല്ലോ, നാളെ തുറന്ന് കാണിക്കാം കേട്ടോ. ഇതാ തുറന്നെന്ന് വെച്ച് കഴിഞ്ഞാ കെട്ടുമ്പോ കാണാം. അപ്പൊ അതെ 2 എണ്ണം. ഇതിന്റെ റേറ്റ് ഞാൻ മറന്നുപോയി. അത് ഞാൻ മറന്നുപോയി, സ്ക്രീനിലിടാം. മറന്നുപോയി. 273 രണ്ടെണ്ണത്തിനും കൂടി 273. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വരെ, സാറ്റർഡേ വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ട് റേറ്റ് പറയണം, നല്ലതാണ്, ഞങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റൂലോ എന്ന്. റേറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അതിനു വേണ്ടി മാത്രം റേറ്റ് പറയണം. അല്ലാണ്ട് മേടിച്ചതിന് ഇത്ര റേറ്റ് ആയി എന്നും പറഞ്ഞ് നമ്മൾ പൊക്കി പറയണമല്ല. നമ്മൾ മേടിക്കുന്ന സാധനത്തിന്റെ റേറ്റ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അതിൽ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് തന്നെ മേടിക്കുന്നതാണ്, അല്ലാണ്ട് വേറെ എന്നാ അതിന് പറഞ്ഞാൽ പ്രൊമോഷൻ ഇതൊന്നും അല്ല. നമ്മൾ പൈസ കൊടുത്ത് ഓൺലൈൻ വഴിയും അല്ലാതെയൊക്കെ മേടിക്കുന്നു, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഇനി അപ്പഴേണ്ട സംഭവങ്ങളൊക്കെയാണെന്ന് നീ പറഞ്ഞു. എനിക്ക് എന്നാന്നറിയാം, നമുക്ക് ആവശ്യമുള്ളതല്ല. ബ്ലേഡ് 23 രൂപ ഇതില്
സേവ് ചെയ്തിട്ടുണ്ട്. 4 എണ്ണത്തിന്റെ കിറ്റ് അല്ലേ? അതെ 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 അതെ. അത് 4 എണ്ണത്തിന് എത്രയാ പോകുന്നു റേറ്റ്? അത് 525 അങ്ങനെയാണ്. അപ്പൊ സ്ഥിരം വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണതാട്ടോ. എത്രോയിറ്റവേ ജിലാറ്റ്. അപ്പൊ അടുത്തെടുത്തോളൂ. അത് പിന്നെ വലിയ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടോന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതെ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഇതും നിങ്ങൾ പല പ്രാവശ്യം കണ്ടേക്കണതാ. ഓർഡർ ഇട്ട അന്ന് തന്നെ വന്നു. ജിയോ മാർട്ടിന്ന് മേടിച്ച. ഇവിടെ ഓർഡർ ഇട്ട് അന്ന് തന്നെ വന്ന സാധനമാണ്. അത് ഗ്രോസറി അല്ലേ, അതുകൊണ്ടാ. ഷേവിങ് ഫോം ആണ് കേട്ടോ അപ്പയ്ക്കുള്ള. അത് വേണമെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, കാരണം പൊടി അടിക്കാതെ ഇരുന്നോളൂ. ഉപയോഗിച്ച് തുടങ്ങാറായിട്ടില്ല. ഒരു ടിന്നില് 1/4 ഭാഗം കൂടെ ഇനി ഉണ്ടെന്ന് അപ്പ അന്ന് നിന്നോട് പറഞ്ഞത്. അപ്പൊ പിന്നെ അത് തീർന്നിട്ട് അപ്പൊ അത് യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാട്ടോ ജില്ലറ്റ് തന്നെ അല്ലേ? ഓഫറിന് കിട്ടി. അത് 224 കിട്ടി. 249 രൂപ റേറ്റ് അല്ലേ? ഇതാണ് കുറെ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത്. കുറെ നാളായി ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. പണ്ട് ഒരുപാട് നാൾ മുമ്പ് ഈ സോപ്പായിരുന്നു, ഷേവിങ് സോപ്പ് റൗണ്ടിലുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഫോം നീ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം മേടിച്ചതിന് ശേഷം പിന്നെ 1 വർഷം വരെ നിൽക്കുന്ന പറയണത്. അന്നേരം ഡെയിലി ഷേവിങ്. അതെ അതെ അതെ. പിന്നെ സോപ്പ് പൗഡറോ മിൽക്ക് പൗഡർ. അതെ അതെ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഷോർട്ടേജ് പാലിന് വരുമ്പോൾ ഇവള് ഈ ബ്ലെൻഡ് ചെയ്ത് കോഫിയൊക്കെ എടുക്കാൻ നേരത്തെ ചിലപ്പോൾ കാച്ചിയ പാല് ഫ്രീസറിൽ പാൽ കവർ ഉണ്ടാവും. അപ്പം പിന്നെ അത് കല്ല് പിടിച്ചിരിക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പം അവൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കലക്കി എടുക്കും. പിന്നെ ചില കുക്കിംഗ് ഐറ്റത്തിനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ സ്മോൾ പാക്കറ്റ് മേടിക്കുന്നതാട്ടോ അമൂല്യ. അതാ. അതെന്താന്ന് ഇവിടെ കിട്ടിയോ? ഞാൻ പറയട്ടെ, ആ ഇഞ്ചിയാണോ നെല്ലിക്കയാണോ? അല്ല, ശർക്കര വരട്ടിയല്ല ഇത്. നല്ല വിലയുള്ള സാധനം. ഫസ്റ്റ് ക്വാളിറ്റി പനങ്കൽക്കണ്ടം. ഇത് ഞാൻ 200 രൂപയ്ക്കാണ് മേടിച്ചേ. ഫസ്റ്റ് ക്വാളിറ്റി ആന്നാ പറഞ്ഞേ. ഇവിടെ കൊണ്ടുവന്ന ഇച്ചിരി ചെറുതായിരുന്നു. അത് പാക്കറ്റിൽ ഞാൻ മേടിച്ചതാ. ഇത് തൂക്കി മേടിച്ചതാ അവിടെ നിന്ന്. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ സാധനങ്ങള്. അതും എടുത്തോ. ഇത് കൂവ കലക്കാനാ മെയിൻ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനങ്കൽക്കണ്ടത്തിന്റെ ടേസ്റ്റ്. ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കൊക്കോനാട്. ഇത് ഫ്രിഡ്ജിലിരിക്കുന്ന തീർന്നിട്ട് മതി, അത് മതി. ഇതിപ്പോ ഞാൻ ബെർത്ത് ഷെൽഫിൽ വെച്ചേക്കാം. അപ്പൊ ഇത്രയാണ് ഐറ്റംസ്. അപ്പൊ ഇത് രണ്ടും അപ്പട. ഇന്ന് കർക്കിടക സ്പെഷ്യൽ ആയിരുന്നു കൂടുതലും. അതെ, ധാരാളം. എനിക്ക് ഈ സാധനം ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അമ്മയ്ക്ക് ഇത് തീരെ പറ്റണില്ല എന്നാ പറഞ്ഞേ. അതെ, ഉള്ളിക്കറി മനസ്സിൽ വിചാരിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ടാ. അതുകൊണ്ടാ എനിക്ക് കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ. കുറ്റം പറയാൻ പാടില്ല മരുന്നിന്റെ. അതെ, നമ്മള് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല കേട്ടോ. ഗുണമാണ് കൂടുതൽ കാണണ്ട മനസ്സിൽ. എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കുറ്റമായിട്ട് ആരും എടുക്കരുത്. നമ്മുടെ ടേസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഈ വക ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടേ ഇപ്പൊ വായിക്ക് മുഴുവൻ മരുന്നിന്റെ രുചി. ഷേവിംഗ് ഫോമാണ് ഇത്. 15 മാസത്തേക്കുണ്ട് ഒരെണ്ണം. ഏറ്റവും ലാഭകരമായ ഒരു സംഗതിയാണ് ഷേവിംഗ് സോപ്പിനേക്കാൾ. 15 months. ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 13 മാസമായി. ഇനി 2 മാസത്തേക്കും കൂടി ഉണ്ടത്. ഇത് മറ്റേ ബ്ലേഡ് മാച്ച് 3. ഇത് എനിക്ക് ഒരു ബ്ലേഡ് 4 മാസം നിൽക്കും. എവരിഡേ ചെയ്യുമ്പോഴേ അത് കിട്ടുകയുള്ളൂ. എവരിഡേ ചെയ്യാത്തവർക്ക് അത്രയും നീണ്ട് കിട്ടുകയില്ല. ഇതൊരു 4 ബ്ലേഡിന് എത്രയാ? 525 രൂപ. അപ്പോൾ ഒരു ബ്ലേഡിന് ഏതാണ്ട് 150 ഏതാണ്ട് 130 രൂപ വരും ഒരു ബ്ലേഡിന്. പക്ഷെ 4 മാസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ചീപ്പ്. 3 എഡ്ജുള്ള ബ്ലേഡാണ് ഇത്, കണ്ടില്ലേ? അത് ശരി. ആ ബ്ലേഡിനകത്ത് 3 എഡ്ജുകളുണ്ട്. സാധാരണ ഒരു ബ്ലേഡിൽ 2 സൈഡിൽ ഓരോ എഡ്ജ് വീതം 2 ഉള്ളൂ. ഇത് ഒരു ബ്ലേഡിൽ 3 എഡ്ജുണ്ട്. അതിങ്ങനെ പറയാം, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറി പറയണം. ഇത് ഒത്തിരി വർഷങ്ങൾ, എന്തോരം വർഷമായില്ലേ? ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ബ്ലേഡ് അപ്പൊ യൂസ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ തിരിച്ചും മറിച്ചും വളച്ചും പിടിച്ചാലും മുറിയൂല.
മുഖം മുറിയല. അത് ശരി. കാരണം ഇത് മോൾഡഡ് ആ ബ്ലേഡ്. അത് അതിന്റെ എല്ലാ എഡ്ജുകളും ഒരേ ഡയറക്ഷനിൽ ഒരേ മില്ലിമീറ്ററിന്റെ കണക്കിൽ നല്ല കൃത്യമായിട്ട് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വളച്ചും തിരിച്ചും പഠിച്ചാലും മുറിയല, ബോഡി മുറിയല. ഇത് ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഇത് കണ്ടു തുടങ്ങിയിട്ട് അപ്പൊ ഇത് ഉപയോഗിക്കുന്നത്. മറ്റേതരം ഇല്ലേ, ഇതിന്റെ തന്നെ വേറെ ഒരെണ്ണമുണ്ട്, ഫ്യൂഷൻ. ഫ്യൂഷൻ അത് ഞാനൊരിക്കൽ മേടിച്ചോണ്ട് വന്ന് ഓർക്കണില്ലേ. അത് 5 എഡ്ജുകളുണ്ട്. അതെ അതെ അതെ. ഇത് ഫസ്റ്റ് ടൈം ഉപയോഗിക്കാൻ പ്രചോദനം നീയാ. ആ